എന്തു പറ്റിയമ്മേ? ഒന്നുമില്ല, കുറച്ചു നേരം ഇരുന്നപ്പോ കാലിനൊരു തരിപ്പ് പോലെ. അതാ കുറച്ച് നടക്കാമെന്ന് വെച്ചത്. സുമിത്രോട് പറഞ്ഞ കാലൊന്ന് മസാജ് ചെയ്ത് തരില്ലായിരുന്നു? കാര്യം ശരിയാ, പക്ഷെ അടുത്ത 1-2 മണിക്കൂറിന് അവൾ എന്റെ കാലിന്ന് കൈയെടുക്കില്ല. അതാ കുഴപ്പം. നാളെ എപ്പോഴാ നന്ദ അവര് വരുന്നേ? സമയം പറഞ്ഞില്ല, നേരത്തെ തന്നെ വരുമായിരിക്കും. നമ്മള് രണ്ടുപേരും അവരെ തമ്മിൽ അകറ്റാനുള്ള കാര്യങ്ങളാ നോക്കുന്നേ. പക്ഷെ പല കാരണങ്ങളാലും അവര് വീണ്ടും വീണ്ടും അടുത്തു വരികയാ. അവൻ പറയുമ്പോ വേണ്ടെന്ന് പറയാൻ പറ്റുമേ? ചെറിയൊരു നിഷേധം പോലും അവന്റെ മനസ്സ് വേദനിപ്പിക്കും. അത് കാണാൻ വയ്യ. ആ, വന്നു പോട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കാനും അടുക്കാനും ഇല്ല. ഒരകലം ഇടുന്നത് നല്ലതാ. തീർച്ചയായും ഞാനും അങ്ങനെ തന്നെ പെരുമാറുന്ന കരുതുന്നേ. ഗുരുജിയും പൂജാരിയും ജ്യോത്സ്യരും ഒക്കെ പറഞ്ഞ വാക്കുകള് ചെവിക്കകത്ത് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുക. നവീന്റെ വധുവാകാൻ പോകുന്ന കുട്ടി തറവാട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്ന പോലും ആപത്താണെന്നല്ലേ പറഞ്ഞേ? ഗാഥയാണെങ്കിൽ പാമ്പിന്റെ സാന്നിധ്യം 1-2 തവണ കാണുകയും ചെയ്തു. അല്ല, അങ്ങനെ എന്തെങ്കിലും അപകടം ഇവിടെ വെച്ചുണ്ടാകുമെന്നാ എന്റെ പേടി. രാവിലെ നാഗങ്ങൾക്ക് വിളക്ക് തെളിയിക്കാം, അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അതിൽ കൂടുതൽ എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റിയ? വന്നാ ആപത്തൊന്നും ഇല്ലാതെ എത്രയും പെട്ടെന്ന് മടങ്ങട്ടെ. സത്യം പറഞ്ഞ അവരിവിടുന്ന് മടങ്ങുന്നത് വരെ മനസമാധാനം ഇല്ലെന്ന് പറഞ്ഞാ മതി. ആ, എല്ലാം വിധി പോലെ നടക്കും. എന്താ ബസ്സിലിരുന്നിട്ട് ക്ഷീണായോ അമ്മേ? സാരമില്ല. ഇനിയിപ്പം നമ്മൾ എവിടേക്കാ പോകുന്നേ? അത് നിർത്ത്. വാ. ആ, ശരി. അമ്മേ, ഇവരുടെ വീട്ടിലേക്കാണോ നമ്മളിപ്പോ പോകുന്നേ? അതെ അമ്മേ, നമുക്കിപ്പോ ഇവിടെ ഇവരല്ലേ പരിചയക്കാരായിട്ടുള്ളൂ. ഞാൻ വരില്ലേ. അവൻ ശരിയല്ലേ. എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞ് എന്നെ നിന്നെ തമ്മിൽ അകറ്റും. അയ്യോ, അങ്ങനെയൊന്നുമില്ല. അമ്മ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. എന്തായാലും വേണ്ട. മനസ്സിലൊരു തീപ്പൊരി വീണ അതങ്ങനെ തന്നെ കിടക്കും. ഗോപാലേട്ടാ, നമ്മളെ കണ്ടത് തങ്കച്ചിക്ക് ഇഷ്ടായില്ലെന്ന് തോന്നുന്നു. അത് ഞാനെന്ന് ചോദിച്ച കാര്യങ്ങൾ ഓർത്തിട്ടാ. നമ്മുടെ ഉദ്ദേശം കൃഷ്ണയെ സിത്താര മേഡത്തിന്റെ മുന്നിൽ എത്തിക്കുകയായിരുന്നില്ലേ? അത് നടന്നല്ലോ. ഇനി തങ്കയോട് ഞാനൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല. അതാ നല്ലത്. കൃഷ്ണ തങ്കയുടെ മകളാണോ സിത്താര മേഡത്തിന്റെ മകളാണോ എന്ന കാര്യം നമുക്കങ്ങ് വിട്ടേക്കാം. അത് തെളിയുമ്പോ തെളിയട്ടെ. അമ്മേ, ഗോപാലമാമ ഇനി ഒരു കാര്യം പോലും അമ്മയോട് ചോദിക്കില്ല. അത് ഞാൻ അമ്മയ്ക്ക് ഉറപ്പ് തരാം. ഷോ, പാവങ്ങളമ്മേ. എന്തേലും മനസ്സിൽ തോന്നിയാ അവരതങ്ങ് വെട്ടി തുറന്ന് ചോദിക്കുകയുള്ളൂ. വേറൊരു മാർഗവും ഇല്ലല്ലേ? കൃഷ്ണ